എടേ പിള്ളാരെ, എന്തേ സ്കൂളിൽ പോ താമ്പൂലത്തട്ടുമൊക്കെ വന്നു നിൽക്കുന്നത്? ദേവരയ്യ, കുട്ടികൾ അവരുടെ അധ്യാപകന് ശിവകാമിയെ പെണ്ണ് ചോദിച്ചു വന്നതാണ്. പറ്റിയ നിശ്ചയത്തിനും കൂടെ റെഡിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താ മാഷേ ഇത്? കുട്ടികൾക്ക് പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മര്യാദയാണോ? നേരത്തെ ഒരു കൂട്ടരോട് പറഞ്ഞുറപ്പിച്ച് മുഹൂർത്തം കുറിക്കാൻ പോകുന്ന സമയത്ത് ആ പെണ്ണിനെ തന്നെ പെണ്ണ് ചോദിച്ചു വന്നത് ഇത് മുറയാ? ഇത് മുറ തന്നെയാ. അന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ധൈര്യമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവളാ ശിവകാമി. അവളെ ഞാൻ പെണ്ണ് ചോദിച്ചു വന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു വന്നത് ജോലിയും കൂലിയില്ലാത്ത ആളല്ല, പഠിപ്പും വിവരമുള്ള ഒരു അധ്യാപകനാ. വീട്ടിൽ വരുന്നവരോട് ഇരിക്കാൻ പറയുന്ന മര്യാദ. വരൂ, ഇരിക്കേ. എന്താ ഇത്? എന്നെ അവമാനിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒരു ഗ്രാമം തന്നെ ബഹുമാനിക്കുന്ന വലിയ മനുഷ്യൻ ഇദ്ദേഹം. ഇദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നി? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാനിവിടെ വന്നത്? മുഹൂർത്തം കുറിക്കാൻ വരാൻ പറ മുത്തച്ഛ, വരാൻ പറ മുത്തച്ഛ. നിങ്ങളുടെ പേരെക്കുട്ടി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലെങ്കിൽ ഇവരോട് പറ. അണ്ണോ, സൗന്ദരണ്ണ, ഒറ്റയിൽ സംസാരിച്ചു എന്ന് വെച്ച് സത്യം സത്യമല്ലാതായില്ല. നീ എന്താ ചെയ്തെന്നും ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്നെന്നും നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം. അണ്ണാ, പെണ്ണിനെ കൊടുത്താലേ പൂജ നടക്കുള്ളൂ എന്ന് ഇവർ വരട്ടിയത് കൊണ്ടാണ് ഇന്ന് നിശ്ചയം നടക്കാൻ പോകുന്നത്. ഇത് ഏത് നാട്ടിലെ നിയമ? നിശ്ചയം നടത്തിയാലേ പൂജ നടക്കുള്ളൂങ്കിൽ അങ്ങനെയുള്ളൊരു പൂജയിൽ നാട്ടുകാരായി ഞങ്ങൾ പങ്കെടുക്കില്ല. എടാ, ഇന്നലെ വരെ എന്റെ മുമ്പിൽ കൈയും കെട്ടുന്നവന് കൈ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങിയോ? ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ചങ്കൂറ്റം കൊണ്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുട്ടാ. ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ? എന്റെ ശിവകാമയുടെ മുഹൂർത്തം ഇപ്പൊ നിശ്ചയിക്കണം. പറ്റില്ലെങ്കിൽ പുറത്തു ഇയാൾ പറയട്ടെ. പോകാം, പറ. എന്താ പറയുന്നില്ലേ? അല്ലെങ്കിൽ ഇയാളോടെന്തോ സംസാരിക്കാനാ? വാടാ. അതെ, എന്നെ എന്റെ കൂടെ വന്നവരെ അവമാനിച്ചിട്ട് പൂജയോ കല്യാണോ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രക്തം ഒഴുകും. ഓർമ്മയിരിക്കട്ടെ. വാടാ. അവൻ പോണെങ്കിൽ പോട്ടെ, അവൻ ആരെങ്കിലും മനുഷ്യനായിട്ട് കണക്കാക്കിയിട്ടുണ്ടാ? സുന്ദരൻ പറഞ്ഞതും ശരിയാ. എന്റെ പേരക്കുട്ടി ശിവകാമി വാദ്യാരെ സ്നേഹിക്കുന്നതും ശരിയാ. ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നോടും എൻ്റെ പേരക്കുട്ടിയോടും കരുണ കാണിക്കണം. അണ്ണാ, എന്താ ഇത്? നിങ്ങൾ മിണ്ടാണ്ടിരിക്കെ, ഞാൻ നോക്കാം. വാശിക്ക് വാക്ക് തർക്കം ഉണ്ടാക്കേണ്ട സ്ഥലം ഇതല്ല. അതിനുള്ള നേരവും ഇവിടില്ല. ഇദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നാട് സമ്മതിക്കില്ല. പൂജ നടക്കും. നിങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി കൊടുക്കണം. അതുപോലെ തന്നെ ശിവകാമിയുടെ കല്യാണവും നടക്കണം. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ഈ പൂജ നമുക്ക് നടത്തണം. പൂജയ്ക്ക് മുൻപായി നമ്മുടെ നാട്ടുരീതി അനുസരിച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയിക്കുന്ന ആൾ ശിവകാമിയുടെ കയ്യിൽ വിളക്ക് കൊടുക്കുന്ന ആളാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു പാപവും ചെയ്യാത്ത പെണ്ണിനോട് ചെയ്യുന്ന ദ്രോഹം ഇത്. അവൾ ആരെ ഇഷ്ടപ്പെടുന്നു അവന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കുന്ന ധർമ്മം മനസ്സിലായോ? മത്സരം വെച്ച് കല്യാണം നടത്താൻ ഇത് പുരാണങ്ങളുടെ കാലമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാഷേ, അധികം സംസാരിക്കണ്ട. അവൾ ആഗ്രഹിച്ചു കാണും. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായിരിക്കും. എന്നാൽ കാരണവന്മാരായിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ? വിളിക്കാൻ നീ ആരാ? നിന്റെ കുടുംബം ഏതാണ്? നീ കല്യാണം കഴിച്ചതോ അല്ലയോ? ഇതെല്ലാം ഞങ്ങൾക്കറിയണ്ടേ? ഇത് കന്നാലിയൊന്നല്ലല്ലോ നിന്നെ പിടിച്ചേൽപ്പിക്കാൻ. മത്സരം നടക്കും. ജയിക്കുന്നവൻ ആരോ അവൻ തന്നെ വരനെന്ന് ദുർഗാദേവി തീരുമാനിച്ചതായി കരുതി അവന്റെ കയ്യിൽ പെണ്ണിനെ ഏൽപ്പിക്കാം. ഇതിനെതിരായി ആരും സംസാരിക്കണ്ട. ഈ വെല്ലുവിളി മേൽദേശക്കാരെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. വാടാ. അതെ, ഈ വെല്ലുവിളിക്ക് സ്വീകരിക്കാൻ ഞങ്ങളും തയ്യാറാണ് കേട്ടാ. വാദ്യാര് പേടിക്കണ്ട. വാദ്യര വാ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. വാ. വാദ്യാര് ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവൻ വെറും ഓലപ്പാമ്പാണ്. അവസാനം വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. എന്താണ് ഈ നേരത്ത്?
നാളെ അവനോട്ടുള്ള ഏറ്റുമുട്ടൽ. അതിലവൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ അവൻ അതിൽ വിജയിച്ചാൽ ആ വിളക്ക് ശിവകാമിക്ക് അവൻ കൊടുക്കാൻ പാടില്ല. ഇവിടെ ആയിരിക്കണം അവൻ്റെ അവസാനം. ഇവിടെയാണ് അവൻ്റെ ശവക്കുഴി. മനസ്സിലായോ? എങ്ങനെയണ്ണാ? അത് നിന്നെ കൊണ്ടേ കഴിയൂ. അതിനുള്ള ആയുധം നിന്റെ കയ്യിലാണ് ഉള്ളത്.